ബംഗാൾ, പശ്ചിമ ബംഗാൾ കൂടുതൽ തെളിയുകയാണ്. ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ അനധികൃത താമസക്കാരായി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 15 വർഷം മമതാ ബാനർജി എന്ന സ്ത്രീ അവിടെ മുഖ്യമന്ത്രിയായി എങ്ങനെ വിലസി, അല്ലെങ്കിൽ ആരുടെ വോട്ട് കൊണ്ട് അവിടെ ജയിച്ചു എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അതിശക്തമായ നടപടികളുമായിട്ടാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി രംഗത്ത് വരുന്നത്. നിരവധി അനധികൃത ബംഗ്ലാദേശികളെ തിരിച്ചയച്ചിരിക്കുന്നു. അവർക്കൊന്നും തന്നെ കൃത്യമായി അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. ഇവരൊക്കെ തന്നെ ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലവും അങ്ങനെയുള്ള സംവിധാനങ്ങളും സംഭവങ്ങളും ഒക്കെയുള്ള ആളുകളാണ്. ഇപ്പോൾ ഏതാണ്ട് 4800 ക്രിമിനലുകളെ അല്ലെങ്കിൽ ബംഗ്ലാദേശി അനധികൃത താമസക്കാരെ പിടിച്ച് തിരിച്ചയച്ചതായുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്ത് വരുന്നത് 3 മാസത്തിനുള്ളിൽ നാട് കടത്തിയത് 4800 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയാണ്. ഇത് തീർച്ചയായിട്ടും BJP സർക്കാരിൻ്റെ ഒരു വിജയം തന്നെയായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അനധികൃതമായി താമസിക്കുന്നവരെ നിയമപരമായി തിരിച്ചയക്കുന്ന സംവിധാനത്തിൻ്റെ വിജയമായിട്ട് തന്നെയാണ് കാണേണ്ടത്. 2026 നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ 73 പേരെ മാത്രം തിരികെ കൊണ്ടുവന്നു. അത് ഈ വർഷം തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഉള്ള ആളുകളെ തിരികെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് 4096 കിലോമീറ്ററാണ് നീളം. ഏറ്റവും വലിയ ഭാഗം പശ്ചിമ ബംഗാളിലൂടെയാണ് കടന്നു പോകുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഹക്കിംപൂർ ചെക്ക് പോസ്റ്റിലെ ഒരു BSF ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അനുസരിച്ച് തുടക്കത്തിൽ എല്ലാ ആഴ്ചയും 10-15 പേരെ അയച്ചിരുന്നു. ഇപ്പോൾ ആഴ്ചകളായി ആരെയും അതിർത്തി കടത്തി വിട്ടിട്ടില്ല. സർക്കാർ മാറിയതിനു ശേഷം ഒത്തുകൂടിയ 200ഓളം പേരെ തിരികെ അയച്ചിരുന്നു. ബാക്കിയുള്ളവരെ നോർത്ത് 24 പർഗാനാസിലെ 3 താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. 2026 മെയ് 24 എല്ലാ ജില്ലകളിലും ഹോൾഡിംഗ് സെന്ററുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. നിലവിൽ 7 അതിർത്തി ജില്ലകളിലായി 11 കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 300-ലധികം ആളുകൾ ഇവിടെ ഉണ്ട്. മുർഷിദാബാദിലെ ലാൽഗോളയിൽ ഒരു സർക്കാർ കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് ഹോൾഡിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയില്ല. 20-25 പേരെ ഇവിടെ തടവിൽ പാർപ്പിക്കാം. അവരെ പിന്നീട് മാൾഡയിലേക്ക് മാറ്റുന്നു. മാൾഡയിലെ ഇംഗ്ലീഷ് ബസാർ സെന്ററിൽ ഏകദേശം 130 പേർ താമസിക്കുന്നു. ഇവിടെ സുരക്ഷ കർശനമാണ്. മിക്ക ആളുകളെയും മഹദിപൂർ അതിർത്തി ചെക്ക് പോസ്റ്റ് വഴിയാണ് തിരികെ ബംഗ്ലാദേശിലേക്ക് അയക്കുന്നത്. ഇത് കൃത്യമായ പ്ലാനിങ്ങോടെ, കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ, കൃത്യമായ നിയമ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഒരു വിദേശ പൗരൻ ഇന്ത്യയിൽ അനധികൃതമായി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായ നിയമവശങ്ങൾ നോക്കി, അതിൻ്റെ നടപടികൾ നോക്കി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളുമില്ല, ഒരു തരത്തിലുള്ള ലൂപ്പ് ഹോളുകളുമില്ല. ഇനിയും ആയിരക്കണക്കിന് പേർ പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും ആ സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിലും നിരവധി ബംഗ്ലാദേശികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവരെയൊന്നും കണ്ടെത്തി ഇതുപോലെ തിരിച്ചയക്കാനോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന് കൈമാറാനോ ഇവിടുത്തെ സർക്കാരുകൾക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ശരി, ഇതൊരു നിയമയുദ്ധം തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഒരു യുദ്ധം തന്നെയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അന്യ നാടുകളിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് അനധികൃതമായി വന്ന് ഇവിടെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ വന്ന് ഇവിടെ കുറ്റങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഒക്കെ ചെയ്ത് ആ രീതിയിൽ ഇവിടെ നമ്മുടെ നാടിന് സമാധാനക്കേടുണ്ടാക്കുന്നു. അവരെയൊക്കെ തന്നെ അവരുടെ നാട്ടിലേക്ക് നിയമപരമായി തിരിച്ചയക്കേണ്ട ചുമതല ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക്, അത് പ്രാദേശിക സംവിധാനങ്ങളാണെങ്കിലും കേന്ദ്ര സംവിധാനങ്ങളാണെങ്കിലും ഉണ്ട്. അതൊക്കെ തന്നെയാണ് ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ 3 മാസം കൊണ്ട് 4800 അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെയാണ് അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചത്. അതിൽ 73 പേരെ അത് തെറ്റായ ചില രീതികൾ കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ ചില നടപടിക്രമങ്ങൾ കൊണ്ട് അവർ ഇന്ത്യക്കാരായി മാറിയവരാണ്. അവരെ തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.